ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം ഇന്ന് ഉത്രാട ദിവസമായി. ഇപ്പം ഞങ്ങളിപ്പോൾ അത്തപ്പൂക്കൾ ഇടാൻ വേണ്ടിയുള്ള പൂക്കളൊക്കെ പിച്ചാൻ പോവാണ്. അമ്മ ബ്ലറ, അമ്മയ്ക്ക് കഴിയത്തില്ല ഒന്നിനും. ഞങ്ങളിപ്പം ഞാനും മനും കൂടെ പോയി പൂ വാങ്ങിച്ച് ഇത്ര പൂ കിട്ടി. ഇത്ര പൂവിന് 300 രൂപ നഷ്ടം. ഇനി ഈ പൂ പിച്ചണം. പിന്നെ അമ്മ പറയുന്നത് ഇരിക്കുന്ന പ്ലാസ്റ്റിക് കൊടുത്ത് അത്തപ്പൂക്കൾ ഇടാന്ന് അമ്മ മണ്ടി. ഇനി ഇത് പൂ പിച്ചണം. പക്ഷെ ഞങ്ങൾക്ക് രാത്രി അത്തപ്പൂക്കൾ ഇടാൻ പറ്റത്തില്ല ഗൈസ്, കാരണം ഞങ്ങളുടെ വീട്ടിലെ നായക്കുട്ടികൾ അത്തപ്പൂക്കൾ രാവിലെ ആകുമ്പോൾ ചറവറവും 4 ഭാഗത്തേക്ക് നശിപ്പിച്ച് കളയും. ബർഫീനെ ആണെങ്കിൽ മനു വണ്ടി കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞ് ബർഫി പിണങ്ങി കിടക്കുക. ബർഫി മൈൻഡ് ചെയ്യത്തില്ല. ഇതിൽ നാട്ടിൽ വന്നിട്ടുള്ള എന്റെ ഫസ്റ്റ് ഓണം. ഇവിടെ എന്ന് പറഞ്ഞ ഒന്നും കേൾക്കത്തില്ല, കാരണം ഇവിടെ ഏതോ ഒരു ക്ലബുണ്ട് അടുത്ത്. ആ ക്ലബില് പാട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് കേൾക്കാൻ പറ്റത്തില്ല. നാട്ടിൽ വന്നിട്ടുള്ള എൻ്റെ ഫസ്റ്റ് ഓണമാണ്. ഈ പുതിയ വീട്ടിലുള്ള ഫസ്റ്റ് ഓണമാണ്. അപ്പോഴേക്കും ഞങ്ങൾ പൂവൊക്കെ ഇപ്പോൾ വാങ്ങി. ഇനി അതൊക്കെ വൃത്തിയാക്കി രാവിലെ ഒരു അത്തപ്പൂക്കളം ഇടും. ചെറിയൊരു അത്തപ്പൂക്കളം ഇടത്തുള്ളൂ. എൻ്റെ രാവിലെ അമ്മൂമ്മയും കുഞ്ഞമ്മയും അവരൊക്കെ വരും. ഇവിടെ ഈ പ്രാവശ്യം എല്ലാവരും ഓണം സെലിബ്രേറ്റ് ചെയ്യുന്ന നമ്മൾ സദ്യ ഉണ്ടാക്കുമല്ലോ, നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത്. കാരണം നല്ലൊരു ദിവസമായിട്ട് എല്ലാവരും കഷ്ടപ്പെടണ്ടല്ലോ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോഴത്തേക്കും. പിന്നെ സിമ്പിളല്ലേ, നമുക്ക് രാവിലെ ഒടുങ്ങി ഫോട്ടോ ഒക്കെ എടുത്ത് ഭംഗിയായിട്ടിരിക്കാം. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം ഭയങ്കര വലിയ വീഡിയോ ഒന്നും വരയ്ക്കത്തില്ല. അവിടെ ഇവിടെയുള്ള കുറച്ച് കുട്ടി ഞങ്ങളുടെ ഓണത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ എനിക്ക് ഒരു വീഡിയോയിലും മര്യാദയ്ക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പോഴേക്കും പട്ടി വരയ്ക്കുന്ന എന്തെങ്കിലുമൊക്കെ സൗണ്ട് കേൾക്കും. മൂട്ടുവാണെങ്കിൽ ഒരു കുഞ്ഞനൊക്കെ അങ്ങോട്ട് അപ്പം തന്നെ വരയ്ക്കാൻ തുടങ്ങും. മൂട്ടുവിൻ്റെ അടുത്ത് കൂട്ടിയിട്ടാലേ എനിക്ക് അത്തത്തിന് പൂവ് എന്തെങ്കിലുമൊക്കെ ചെയ്യാനാവത്തുള്ളൂ. കാരണം മൂട്ടു ഒറ്റയടിക്ക് വന്ന് ഫുൾ നശിപ്പിച്ച് കളയും. പണ്ടത്തെ ഒരു ഓണം മെമ്മറി പറയും. പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഊഞ്ഞാലിടും. ഊഞ്ഞാലിട്ടിട്ട് ഞങ്ങൾ ഉപ്പേരി വറുക്കേണ്ടത് പോക്കറ്റിലാക്കിയിട്ട് ഊഞ്ഞാലിൽ നാടി ഉപ്പേരി നിന്നുകൊണ്ടാണ്. ഉപ്പേരി ഉപ്പേരി ശർക്കര പുരട്ടിയും എന്നിട്ട് കല്ലെറിഞ്ഞിട്ട് ഊഞ്ഞാലി ആടി വന്ന് കല്ലെടുക്കും. പിന്നെ ഊഞ്ഞാലി കുറേ ഇങ്ങനെ ഇതൊക്കെ ചുറ്റി നമുക്ക് ഊഞ്ഞാലില്ല. ഞങ്ങൾക്ക് വഴക്കിടുന്ന കാരണം എനിക്കും കുഞ്ഞുമ്മയ്ക്കും 2 ഊഞ്ഞാല. എന്നിട്ട് ഞങ്ങൾ പുലി വരുമ്പം കുഞ്ഞുമ്മയുടെ ഊഞ്ഞാലിലാണ് കാണണമെങ്കിൽ ഞാൻ കാണും. ചിലപ്പോ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടും, കാരണം അവിടുത്തെ പാട്ട്. ഇവിടെ പൂക്കളൊക്കെ ഇങ്ങനെ വിതർത്തി ഇട്ടിട്ടുണ്ട്. ഇനി പൂക്കളൊക്കെ പിച്ചണം. സത്യ ഓൾസോ വിത്ത് മീ. സത്യ പറ ഹായ് പറ. അയ്യേ ഒരു പൊട്ട ഹായ്. സ്വത്തിക്ക് നാട്ടിൽ വരാൻ പറ്റാത്ത സ്വത്തി ഭയങ്കര സാഡ് ആണ്. അതുകൊണ്ട് ഞാൻ സ്വത്തിനും കൂടെ വീഡിയോ കോൾ വെച്ച് ഞാൻ പൂക്കളൊക്കെ പിച്ച് കാണിച്ചു കൊടുത്തോണ്ടിരിക്കുക. ഇത് ഫുൾ വൃത്തിയാക്കണം. ആകെ എത്ര പൂക്കളുള്ളത് ഇത് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, ബട്ട് ഐ വിൽ ട്രൈ. അങ്ങനെ ഞാൻ മഞ്ഞപ്പൂവും ജമന്തി പൂവൊക്കെ ഇങ്ങനെ കത്രയൊക്കെ വെട്ടി സെറ്റ് ചെയ്ത് വെച്ച് നമ്മൾ മോർണിംഗിലാണ് അത്ത ഇടുന്നത്. ബർഫി നമ്മളുടെ ഇവിടെ പൂക്കളിടാൻ വേണ്ടി വന്നിട്ടുണ്ട്. ബർഫി 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 ബർഫിക്ക് പൂ വേണോ? അത്ത ഇടാനേ സമ്മതിക്കുന്നില്ല. ബർഫിക്ക് അത്തത്തിനകത്ത് തന്നെ കളിക്കണം. രാവിലെ എഴുന്നേറ്റ് അത്തപ്പൂ ഇടാൻ പോവാ. ഓൾമോസ്റ്റ് സെറ്റ് ചെയ്ത് ഈ സാധനം ഈ വളാമന്റെ ഉണ്ടാക്കാൻ ഭയങ്കര പാട്. എന്തൊരു കഷ്ടമാണ്. ബർഫി തീരെ ഇല്ലാത്ത പട്ടിയായിട്ട് വളഞ്ഞു കേട്ടേപ്പാ. ആർക്കേ നീ അടിക്കോ? പട്ടിയെടുക്കാൻ പോവാണല്ലോ. തപ്പൂ ഇടുന്ന സ്ഥലത്ത് കയറി കിടക്കുക. ഞങ്ങൾ ഇടാനും സമ്മതിക്കുന്നില്ല. ഫുൾ കാൽപ്പാടവന്റെ കണ്ടാ അടച്ചതിന്റെ കാറ് കറന്നോണ്ടിരിക്കുക. ഇടാ ബർഫി കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ പൂക്കളം ഇടാൻ തുടങ്ങി. ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞത് ഞാൻ രാവിലെ എഴുന്നേറ്റ് പൂക്കളമൊക്കെ ഇട്ട് നിങ്ങൾ എണീറ്റ് വരുമ്പോൾ സെറ്റായിരിക്കുന്ന. പക്ഷെ ആ വാടാമ്പുല്ല പിച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ മൂഡ് ഫുള്ള് പോയി. അങ്ങനെ ഞാൻ പൂക്കളത്തിൽ നിന്ന് മാറി പപ്പയെ ഏൽപ്പിച്ചു. അത്തപ്പൂ ഇടാൻ കുറച്ചുകൂടെ പൂക്കൾ ആവശ്യമുണ്ട്. അപ്പം ഞാൻ ഇവിടെ വല്ല പൂ കിട്ടുമെന്ന് നോക്കി വന്നതാണ് പറമ്പിൽ. ഇത് വേണമെങ്കിൽ പറിച്ച് നമുക്ക് നടുവിൽ വയ്ക്കാം ഈ പൂവ്. പിന്നെ അത് ഇതുണ്ട്, ഇത് ഗുഡാണോ എന്ന് ചോദിച്ചു നോക്കാം. ഇത് കുറച്ച് ഒടിച്ചെടുക്കാം. നമുക്ക് അരിഞ്ഞ് ഇത് വരുന്നില്ല പൂപ്പ്. നമുക്ക് അരിഞ്ഞിട്ട് നോക്കാം. അടോണോ ഇതെങ്ങനെ വരുമെന്ന് നോക്കി നോക്കാം. നല്ല കൊതുകുണ്ട്. ഞാൻ കോളാമ്പി പൂ പറിക്കാൻ വേണ്ടി വന്നതാണ്, പക്ഷെ കോളാമ്പി ഇവിടെ ഇല്ല. പിന്നെ ഒന്നും വേറെ നല്ലതൊന്നും കാണുന്നില്ല. ശംഖുപുഷ്പമുണ്ട്. ശംഖുപുഷ്പം പക്ഷേ കുറച്ചേ ഉള്ളു. അപ്പം ഇത് വേണ്ട. പൂക്കളം ഇട്ട് കഴിഞ്ഞ് ഇതാണ് ഞങ്ങളുടെ പൂക്കളം. കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ തൂക്കിയിട്ട്
ഇതാണ് പൂക്കളം. ഇതാണ്ടാ അമ്മ രാവിലെ ബർഫിക്ക് ഉടുപ്പ് വയ്ക്കാൻ വേണ്ടിട്ട് അളവെടുക്കുക. ഓണക്കോടി ബർഫിക്ക്. ബർഫി ഇട്ടാ മതിയായിരുന്നു ഈ ഓണക്കോടിയൊക്കെ. ബർഫിക്ക് ഇടാൻ വേണ്ടി ഒരു ഡ്രസ്സ് അയച്ചിട്ടുണ്ട്. ഇത് ബർഫി ഇടുവാന്ന് അറിയത്തില്ല. ബർഫിക്ക് നമുക്ക് കുളിപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കാം. മേക്കിംഗ് പായസം. നമ്മൾ കാരമലൈസ്ഡ് പാലട പായസമാണ് ഉണ്ടാക്കുന്നത്. സത്യം നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്യുന്നത്. പക്ഷേ പായസം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുടിക്കണം എന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ ഇച്ചിരി കൊണ്ട് ഉണ്ടാക്കാൻ വിചാരിച്ചു. അങ്ങനെ നമ്മളെല്ലാവരും ഡ്രസ്സൊക്കെ ഇട്ട് ഓണത്തിൻ്റെ ആ ഒരു വൈബിൻ്റെയൊക്കെ സെറ്റായി. ഞാൻ സാരിയാണ് കൊടുത്തത്. അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ മുണ്ട കൊടുക്കുന്ന കലാപരിപാടി നടന്നുകൊണ്ടിരിക്കുക. എല്ലാവരും ഫോട്ടോ എടുത്ത് ഇവന് ഫോട്ടോ എടുക്കാൻ മുണ്ടില്ലെന്ന് പറഞ്ഞു പാൻറ്റിൻ്റെ പുറത്ത് മുണ്ടെടുത്ത്. എല്ലാവരും മോണം റെഡിയായി. ഇതെന്റെ പോയല്ലേ നിന്റെ തലേ കൊച്ചു. ഗൈസ് ഞങ്ങൾ ഓണത്തിന് റെഡിയായി. കുറച്ച് ലേറ്റായി, 12:30 ആയിട്ടുള്ളു. ചന്ദ്രമോൾ ഇവന്റെ താഴെയാണ് കോമഡി. ഇല്ല ഞാൻ വ്ളോഗ് എടുക്കുക. ഞാൻ തലവെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റോസ ഫ്ലവേഴ്സ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വെച്ചിട്ട് ഇഷ്ടമായില്ല. ഞാൻ കളഞ്ഞത് എടുത്ത് കുഞ്ഞമ്മ തലയിൽ വെച്ചിട്ടുണ്ട്. അതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. ഇവൻ്റെ ഡ്രസ്സായിരുന്നു ഏറ്റവും അടിപൊളി. ഇവന് ഉടുക്കാൻ മുണ്ടൊന്നും ഇല്ലാത്ത കാരണം ഇവൻ ഇവിടെ കിടന്ന് ഏതോ ഒരു മുണ്ടെടുത്ത് കൊടുത്ത്. അങ്ങനെ എല്ലാവരും പൂവൊക്കെ വെച്ച് റെഡിയായി. ഇനി അടുത്തത് ഫോട്ടോ സെക്ഷനാണ്. അങ്ങനെ ഓരോരോ ഫാമിലി വെച്ച് അത്തപ്പൂവിൻ്റെ അടുത്തുനിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത്. ഓണം സാരി ഞാൻ ലേബൽ ഗോബ എന്ന് പറഞ്ഞിട്ടൊരു പേജിൽ നിന്ന് മേടിച്ചതാ. നല്ല സാരിയാണ്. 1200 സംതിങ് എത്ര എന്തോ ഉള്ളൂ. പക്ഷേ നല്ല സാരിയാണ്. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത ശേഷം കുറേ ലേറ്റായി. അപ്പോഴത്തേക്ക് എനിക്ക് നന്നായിട്ട് വിശന്നപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് പായസം എടുത്ത് കുടിച്ച്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല, നല്ല യമ്മി പായസമായിരുന്നു. ആൻഡ് അവിടെ നിന്ന് നമ്മൾ സദ്യ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് പോകണം. പോകുന്ന വഴിക്ക് ഇതാ മാവേലിയൊക്കെ ചെണ്ടക്കാരും മാവേലിയൊക്കെ റോഡിലുണ്ടായിരുന്നു. മാവേലിൻ്റെ കൂടെ നിന്ന് കുറേ ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളവിടെ കുറച്ച് നേരം നിന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ നേരെ സദ്യ വാങ്ങിക്കാൻ വേണ്ടി പോയി. അങ്ങനെ സദ്യ കളക്ട് ചെയ്ത് ഇനി വീട്ടിലേക്ക് പോയിട്ട് സദ്യ കഴിക്കണം. വീട്ടിലെത്തി ചൂട് കാരണം ഞാൻ സാരിയൊക്കെ മാറി ഒരു സൽവാർ ഇട്ട്. ഇനി നമുക്ക് സദ്യ കഴിക്കാം. നമ്മൾ ഓർഡർ ചെയ്തതാ സദ്യ. ഒരു വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഓർഡർ ചെയ്തത്. എല്ലാ കറികളും അടിപൊളിയായിരുന്നു. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പോലത്തെ യമ്മി സദ്യയായിരുന്നു. നീ ഒന്നാം മന്തിയിലിരുന്നാളാ നാണം കെട്ടവനെ. അങ്ങനെ 3 വർഷത്തിന് ശേഷം ഞാൻ നാട്ടിലിരുന്ന് എല്ലാവരുടെയും കൂടെ ഓണസദ്യ കഴിച്ചു. ഞാനിപ്പം അരുണിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. സദ്യ കൊണ്ടുണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കഴിച്ചതിന് ശേഷം പിന്നെ അമ്മയും കുഞ്ഞമ്മയും അവരൊക്കെ സദ്യ കഴിച്ചു. എല്ലാവർക്കും സദ്യ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഓണത്തിൻ്റെ സംഭവങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞ് ഞാൻ വേറൊരു ഡ്രസ്സ് മാറ്റി ഒരു ചുരിദാറൊക്കെ ഇട്ട് സാരി എടുത്തിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെ സദ്യയൊക്കെ കഴിഞ്ഞ് 2 പായസമൊക്കെ കുടിച്ച് മാതിരി കിറിഞ്ഞ അവസ്ഥയിലായി. ഇപ്പം ഫുൾ മെസ്സ്. സാരി എടുത്തിട്ട് സാരിയൊക്കെ ഊരി അവിടെ ഇട്ടിരിക്കുക. അപ്പം പെട്ടെന്ന് ഓണം കഴിഞ്ഞു പോയി. എനിക്ക് തോന്നുന്നത് ഇങ്ങനെ നോക്കി ഇരിക്കുന്ന രസം, അല്ലെങ്കിൽ പെട്ടെന്ന് തീർന്നു. അപ്പോൾ ഇത്ര ഉള്ളതൊരു കുട്ടി വീഡിയോ ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുമ്പോൾ